വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ജോഗ്രഫി SCERT അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകളുടെ അടുത്ത ചാപ്റ്ററാണ്. അപ്പോൾ സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം. ഈ ഒരു ചിത്രത്തിൽ കുറേ കൃഷി രീതികൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സ്ഥലമില്ല എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി രീതികളാണ്. കണ്ടോ, ചാക്കിൽ കൃഷി ചെയ്യാം, അക്വാപോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ പെറ്റ് ബോട്ടിൽ കൃഷി ചെയ്യാം, പിന്നെന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ട്, പിന്നെന്താ ചെടിച്ചട്ടിയിൽ ചെയ്യാം, ടെറസിൽ ചെയ്യാം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗ്ഗമാണെന്ത് വെർട്ടിക്കൽ ഫാമിംഗ്. ഇത് നമുക്ക് കണ്ടിട്ടുണ്ടല്ലേ, നമ്മളിത് എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് ഫ്ലാറ്റുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് നോക്കാം. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണിത്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം എന്നതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സവിശേഷത. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം. കൃത്രിമമായിട്ടുള്ള വെളിച്ചം, അതുപോലെ തന്നെ മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിനെ പറ്റി ഒരു ചെറിയ കുറിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സസ്യ പോഷകങ്ങളെ പറ്റിയിട്ട് നോക്കാം. സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. അപ്പോൾ ഇത്തരം മൂലകങ്ങളെ എന്ത് പറയുന്നു? മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നു. സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? മണ്ണിൽ നിന്ന് ലഭിക്കുന്നു. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫറൊക്കെ കൂടിയ അളവിൽ ആവശ്യമാണ്. അതാണ് മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളൂ. ഇതാണ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത്. വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് വളപ്രയോഗം നമ്മൾ നടത്തുന്നത്. നടീലിന് മുൻപോ ശേഷമോ ചില വളങ്ങൾ കൃഷിയിടത്തിൽ വിതറുന്നു. മറ്റ് ചിലവ ചെടിയുടെ വേരുകളിലേക്ക് സമീപമാണ് നൽകുന്നത്. ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഇലകളിൽ തളിക്കുകയും മറ്റു ചിലവ വെള്ളത്തിൽ കലർത്തി വിളകളിൽ സ്പ്രേ ചെയ്യാറുമുണ്ട്. വിളയുടെയും മണ്ണിൻ്റെയും തരം അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നത് മികച്ച വിളവ് ഉറപ്പാക്കുന്നു എന്ന് പറയുന്നു. ഇനി ഇവിടെ നോക്കാനുള്ളത് ലീഫ് കളർ ചാർട്ട് എന്താണെന്നാണ്. ധാന്യവിളകളിൽ നൈട്രജൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് ലീഫ് കളർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചെടികളുടെ ഇലകളുടെ നിറം നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്ത് നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നു. ഇളം പച്ചനിറം നൈട്രജൻ്റെ അളവ് കുറഞ്ഞതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. കടും പച്ചനിറം എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ അളവ് നന്നായിട്ട് ഉണ്ട് എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് നൈട്രജൻ്റെ അളവ് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ. GM വിളകൾ എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതഘടനയിൽ മാറ്റം വരുത്തി പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വൈറ്റമിൻ A ധാരാളം അടങ്ങിയ നെല്ലിനങ്ങൾ എന്നിവ ഇത്തരം വിളകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അതാണ് GM വിളകൾ എന്നാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സാണ്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ സ്വഭാവ സവിശേഷതകളൊക്കെ ഉൾച്ചേർക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണെന്ത്? ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നമുക്ക് പരുത്തിച്ചെടിയിലോ അല്ലെങ്കിൽ കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീനിലോ വൈറ്റമിൻ A അടങ്ങിയ നെല്ലിനങ്ങളൊക്കെ ഇതായിട്ട് ഉദാഹരണമാണ്. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ. സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്തു നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക ലായനിയിൽ അല്ലെങ്കിൽ ഒരു പോഷക മാധ്യമത്തിൽ വളർത്തിയിട്ടാണ് തൈച്ചെടികളെയൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ്, ടിഷ്യൂ കൾച്ചർ എന്നീ മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കാം. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ്, ടിഷ്യൂ കൾച്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി എന്താണ് ഹരിതഗൃഹം നോക്കാം. ഈ പിക്ചറിൽ കാണുന്നൊരു സംഭവമാണ് ഹരിതഗൃഹം അഥവാ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണിത്. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തിലിൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളത് കൊണ്ട് തന്നെ കീടരോഗബാധ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.
തുള്ളി നന എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെയുള്ളതാണ്. അത് ജലത്തെ തുള്ളി തുള്ളിയായിട്ട് വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാൻ പറ്റും. എല്ലാ ചെടികൾക്കും ഒരുപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും സാധിക്കും. തിരിനന എന്താണെന്ന് നോക്കാം. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടിയുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണിത്. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ. അതാണ് തിരിനന എന്ന് പറയുന്നത്. ഇനി പുതയിടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഷ്പീകരണം നിമിത്തം മൂലമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കരിയിലകളും വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ എന്ത് ചെയ്യുന്നു? ആവരണം ചെയ്യും. അപ്പോൾ അവിടെ നനയ്ക്കുമ്പോൾ കുറച്ചുകൂടി കാലത്തേക്ക് അവിടെ ഈർപ്പം നിലനിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആവരണം ചെയ്യുന്ന രീതിയാണിത്. കളകളുടെ വളർച്ച കുറയ്ക്കുവാനും അതുപോലെ മണ്ണ് ജൈവ സമ്പുഷ്ടമാക്കാനും ഒക്കെ ഇതിലൂടെ കഴിയും. അതാണ് പുതയിടൽ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് കീടനിയന്ത്രണം നോക്കാം. ചിത്രങ്ങളിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? കീടങ്ങളാണ് അല്ലേ? ഒരുപാട് കീടങ്ങളുള്ള ചെടികളും സസ്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് സംയോജിത കീടനിയന്ത്രണം നമുക്ക് ചെയ്യാൻ പറ്റും. സംയോജിത കീടനിയന്ത്രണമാണ് ചെയ്യാൻ പറ്റുക. കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുക എന്നതല്ല, വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാകാത്ത തരത്തിൽ അവയുടെ പെരുകൾ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും അതുപോലെ കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗ്ഗങ്ങളുണ്ട്. മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പറയുന്ന പേര്, അതിൻ്റെ ഒരു രീതിയെ പറയുന്ന പേരെന്താണ്? അതാണ് സംയോജിത കീടനിയന്ത്രണം. കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും കൂടുതൽ മുൻകരുതലുകൾ പാലിച്ചൊക്കെ വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. അതാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ കീടനിയന്ത്രണ മാർഗ്ഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സംയോജിത കൃഷി എന്താണെന്ന് നോക്കാം. ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ് ഇവിടെ കാണുന്നത് എന്താണ്? അതുപോലെ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ കന്നുകാലികളുണ്ട്, മത്സ്യകൃഷിയുണ്ട്, പിന്നെന്താണ് നമ്മുടെ കോഴിക്കൃഷിയുണ്ട്, ഇതെല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ സസ്യപരിപാലനം മാത്രമാണോ കൃഷി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സസ്യപരിപാലനത്തിനൊപ്പം എന്തുണ്ട്? പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്ന കൃഷി തന്നെയാണ് അല്ലേ? ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് എന്ത് പറയുക? സംയോജിത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും കണ്ടോ? നെൽകൃഷിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കോഴി, താറാവ്, അതിൻ്റെ തീറ്റയൊക്കെ വളമായിട്ട് യൂസ് ചെയ്യാം. പച്ചക്കറി കൃഷിക്ക് അങ്ങനെ കാലി വളർത്തൽ, നെൽകൃഷി, ഇതെല്ലാം ഒരു സൈക്കിൾ പോലെ അങ്ങനെ പ്രവർത്തിക്കും. ഇനി എന്താണ് സ്മാർട്ട് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്ത് പറയുന്നത്? സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. എറണാകുളം എന്ന് പറഞ്ഞിട്ട് IT മേഖലയിൽ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്ന യുവാവ് നിലവിലുണ്ടായിരുന്ന തൻ്റെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാർഷിക രംഗത്തെ നൂതന രീതികളും IT മേഖലയിലെ അറിവുകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. തൻ്റെ കൃഷി രീതിയെ സ്മാർട്ട് ഫാമിംഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരോ രീതികളുണ്ട് അല്ലേ? എന്താ നോക്കാം നമുക്ക്. നിർമ്മിത ബുദ്ധി. അപ്പോൾ സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. നിർമ്മിത ബുദ്ധിയുണ്ട്, അതുപോലെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, എയറോപോണിക്സ് ഉണ്ട്. ഓരോന്നായിട്ട് വായിക്കാം. നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്നപരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താം. നമുക്കറിയപ്പോൾ AI നമുക്കൊരു ചെടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്താൽ അതിനെ പറയും എന്തൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെ കുറവുണ്ട്, അല്ലെങ്കിൽ വെള്ളം കൂടുതലാണോ കുറവാണോ, അതേത് ടൈപ്പ് ഓഫ് ചെടിയാണ്, ഓവർ വാട്ടറിങ് വേണ്ട ചെടിയാണോ അല്ലാത്ത ചെടിയാണോ എന്നൊക്കെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു തരും. അതാണ് നിർമ്മിത ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠിത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനമൊക്കെ ഒരുക്കുന്നു. അതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഹൈഡ്രോപോണിക്സ് എന്താണ്? പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് അത് ആവശ്യാനുസരണം ലഭ്യമാക്കുന്നൊരു പ്രോസസ്സാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ. ഇനി എയറോപോണിക്സ് എന്താണ്? വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും അതുപോലെ ആവശ്യമായ പോഷകങ്ങളും യഥാസമയത്ത് സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നു. ഇതാണ് എയറോപോണിക്സ്. ഇതെല്ലാം റിലേറ്റഡ് ടു എന്താണ്? AI അല്ലെങ്കിൽ ഒരു പുതിയൊരു സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. എന്താണ് ഭൗമസൂചിക പദവി എന്ന് നോക്കാം. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ.
കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷക ഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങളുണ്ടാവും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിലെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് എന്ത് കൊടുക്കുക? ഈ ഭൗമസൂചിക പദവി കൊടുക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അധിക മൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ച ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാലക്കാടൻ മട്ടയരി, മലബാർ കുരുമുളക്, കുട്ടിയാറ്റൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില. ഇതിനെല്ലാം എന്ത് കിട്ടിയിട്ടുണ്ട്? ഭൗമസൂചിക പദവി കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. താഴെ പറഞ്ഞവയിൽ ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഈ കുറ്റിയാട്ടൂർ മാങ്ങയും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിയൊക്കെ തരും. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. കർഷകർക്കായിട്ട് മൊബൈൽ ആപ്പുകളുണ്ടോ? നോക്കാം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധിയായ വിദഗ്ധ ഉപദേശങ്ങൾ, വിപണി വില നിലവാരം, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്ന ആപ്പുകളുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും പോഷക സമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരികയും ആഹാരശീലങ്ങൾ മാറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃഷിയുടെ വ്യാപനവും ആധുനികവൽക്കരണവും അതീവ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ജോഗ്രഫിയുടെ അണ്ടറിൽ വരുമെങ്കിൽ കൂടി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇതല്ലേ. അപ്പോൾ ഇതൊന്ന് നോക്കി എന്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ PSC പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.